പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന ശേഷം ചില സാങ്കേതിക തകരാറുകൾ കാരണം നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടി വന്ന F-35 യുദ്ധവിമാനം ഏതാണ്ട് 2 ആഴ്ച കാലത്തോളമായി ഇവിടെ കിടക്കുകയാണ്. ഈ വിമാനത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് അഭ്യൂഹങ്ങൾ ഇന്നാളുകളിൽ ഉയർന്നു പൊങ്ങി. സാധാരണഗതിയിൽ ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളും ഉണ്ടായേക്കാം. ബ്രിട്ടന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഈ വിമാനത്തെ കൊണ്ടുപോകാൻ മറ്റൊരു വിമാനം അയക്കാമെന്നും അത് വേണ്ട നമ്മുടെ വിമാനത്തിൽ കയറ്റി തിരിച്ച് അങ്ങോട്ട് വിടാമെന്നും ഒക്കെ പറയുന്ന ഘട്ടത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു യുദ്ധവിമാനം എന്തുകൊണ്ട് ഇവിടെ ഇറങ്ങി, ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര മാനങ്ങൾ എന്തൊക്കെയാണ്, ഇതേക്കുറിച്ചാണ് ഇന്നത്തെ സംസാരം. സർ, എന്താണ് അങ്ങേക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാറുള്ളത്? ഈ F-35 വന്നിറങ്ങിയ സാഹചര്യം എന്താണ്, എന്തൊക്കെ ഇമ്പാക്റ്റാണ് അതിനകത്ത് ഉണ്ടാകുന്നത്, സംശയങ്ങൾ എന്തൊക്കെയാണ്? സർ, ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ളൊരു പ്രോബ്ലം, ഈ F-35 വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിങ് നടത്തിയ ആ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ചില പഹൽഗാമിൽ നമ്മൾ അതിന് മറുപടിയായി പാകിസ്ഥാനിൽ കയറി ആക്രമണം നടത്തിയതിന് ശേഷം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ത്യ എന്ത് ചെയ്താലും ബുദ്ധൻ്റെയും ഗാന്ധിയുടെയും നാടാണ്. ഒരു കരണത്തടിച്ചാൽ മറ്റു കരണം കാണിച്ചു കൊടുക്കുന്ന കുറേ ഭാവങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആയുധമൊക്കെ ഉണ്ട്, അതൊന്നും പ്രയോഗിക്കാനോ യുദ്ധം ചെയ്യാനോ ഒന്നും തൻ്റെ ഇടമോ ധൈര്യമോ ഇച്ഛാശക്തിയോ ഒന്നും ഇല്ലാത്തൊരു രാഷ്ട്രീയ നേതൃത്വമാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെയാണ് അവരുടെ ധാരണ. ഇത്തരത്തിലൊരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം അവർ വിരട്ടിക്കൊണ്ടിരുന്നത് എന്താണ്? അവസാനം ട്രംപ് പറഞ്ഞ എന്താണ്? 2 ആണവ ശക്തികൾ തമ്മിലുള്ള യുദ്ധം. ട്രംപിൻ്റെ ഇടപാട് തീർന്നില്ലേ? എന്തോന്നിൻ്റെ ആണവശക്തി? ഏത് ആണവശക്തി കയ്യിലുണ്ടെങ്കിലും ശരി, ഇന്ത്യയെ വന്ന് തെമ്മാടിത്തരം കാണിച്ചാൽ തിരിച്ച് ശക്തമായി അടി കൊടുക്കുമെന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയാണ്. സൈന്യത്തിൻ്റെ കയ്യിൽ എല്ലാ സംവിധാനവും ഉണ്ട്. ഇന്ത്യൻ സൈന്യം ലോകത്തിലെ ലോകോത്തരമായ സേനകളിൽ ഒന്നാണ്. പക്ഷേ ആ സൈന്യത്തിന് സ്വയം പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മുടെ സൈന്യം പ്രവർത്തിക്കണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്ന തീരുമാനം അനുസരിച്ചേ പറ്റുള്ളൂ. നമുക്ക് ജനാധിപത്യമാണ്. അല്ലാതെ പാകിസ്ഥാനിലെ അസീം മുനീർ എന്ന് പറഞ്ഞ ഒരു മലാക്ക എടുക്കുന്ന തീരുമാനം പോലൊന്നും ഇവിടുത്തെ ജനറൽമാർക്കൊന്നും തീരുമാനം എടുക്കാനൊക്കത്തില്ല. അവർക്ക് എന്തെങ്കിലും കാണിക്കാം. തോറ്റു തുന്നമ്പാടിയവന് പിന്നെ ഫീൽഡ് മാർഷൽ പദവി കൊടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ. അവർക്കത് ചെയ്യാം, നമുക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇന്ത്യക്ക് നേരിട്ടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ സമയാസമയങ്ങളിൽ പ്രതികരിക്കുമായിരുന്നല്ലോ. അത് നമ്മുടെ മുംബൈ ആക്രമണത്തിൻ്റെ സമയത്താണെങ്കിൽ ശരി, വിശേഷം 2014 മുമ്പ് 14 മുമ്പാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളിവിടെ എന്ത് കാണിച്ചാലും നമ്മൾ അതങ്ങ് മറക്കുകയാണ്, അതല്ലെങ്കിൽ പൊറുക്കുകയാണ് പതിവിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ തിരിച്ചടിച്ചു എന്നുള്ളതല്ല. തിരിച്ചടിയുടെ പ്രഹരശേഷി വളരെ കൂടുതലായിരുന്നു. ലോകം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് ഇന്ത്യ കൊടുത്തത്. പാകിസ്ഥാൻ ഇന്ത്യ തിരിച്ചടിച്ചെങ്കിലും അതിൻ്റെ മുന്നറിയിപ്പ് കൊടുത്തത് ചൈനയ്ക്കും അമേരിക്കയ്ക്കുമാണ്. അപ്പോൾ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തി ഈ പഹൽഗാമിൽ നിന്ന് ശേഷം നടന്ന നമ്മുടെ പ്രത്യാക്രമണം. അപ്പോൾ ആ സാഹചര്യത്തിൽ വേണം ഈ 5th ജനറേഷൻ സ്റ്റെൽത്ത് വിമാനം, ഏറ്റവും അത്യന്താധുനികമായ യുദ്ധ വിമാനം F-35B, ഈ പറഞ്ഞ പോലെ സാർ പറഞ്ഞ പോലെ പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന യുദ്ധക്കപ്പലിൽ ഉയർന്ന് ഒരു എമർജൻസി ലാൻഡിങ്ങിന് തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഈ വിമാനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ വളരെ കുറവാണ്. അതിൻ്റെ ടെക്നോളജിക്കൽ വേർഡാണത്. പക്ഷേ റഡാറിൽ ഈ വിമാനം നേരത്തെ രീതിയിൽ മാത്രമേ വളരെ ചെറുതായിട്ടേ കിട്ടുകയുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലുള്ള കോട്ടിങ്, വിമാനത്തിൻ്റെ സാങ്കേതികമായി അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ, ഇതൊക്കെ കൊണ്ട് റഡാറിൽ കിട്ടാൻ ഇത് പ്രയാസമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതുപോലെ തന്നെ ഇതിന് വെർട്ടിക്കൽ ലാൻഡിങ്ങും വെർട്ടിക്കലായിട്ട് തന്നെ ടേക്ക് ഓഫ് ചെയ്യാനും പറ്റും. ചടുലമായ വെട്ടിത്തിരിയലുകളും പെട്ടെന്ന് മുകളിലോട്ടോ പെട്ടെന്ന് താഴോട്ട്. അപ്പം ഈ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിനുള്ള എല്ലാ ആധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് ഈ F-35B. ഇത് അമേരിക്ക നാറ്റോ സഖ്യങ്ങൾക്കും പിന്നെ അതിന് പുറത്ത് ഇസ്രായേലിനും ഈ വിമാനം കൊടുത്തു. നമുക്ക് ഈ യുദ്ധവിമാനം അവർ തരില്ല. അവസാനം പറഞ്ഞു നമുക്ക് തരാം, വലിയ വിലയൊന്നുമില്ല, 7,000 കോടി രൂപയേ ഉള്ളൂ, തന്നാൽ ഞങ്ങൾ തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറയുന്നില്ല, ഞങ്ങൾ വാങ്ങിക്കണോ വേണ്ടെന്നൊക്കെ ആലോചിക്കട്ടെ, അവിടെ വയ്ക്കേ എന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിലാണ് ഈ വിമാനം വന്ന് ഇവിടെ ഇറങ്ങുന്നത്. ഈ രംഗത്തുള്ള ചില ആളുകളുടെ അഭിപ്രായം, ഇതിനകത്ത് ഒരു വിദഗ്ധാഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, കിട്ടിയ ഇൻഫർമേഷനാണ് ഞാൻ സാറിനോട് പറയുന്നത്, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇത് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് ഇത് പറന്നു പൊങ്ങി തിരിച്ച് ഇറങ്ങാൻ കഴിയാതെ പോയത് കടൽ പ്രക്ഷുബ്ധമായപ്പോൾ കപ്പൽ ആടി ഒലിയാൻ തുടങ്ങി. അതുകൊണ്ട് ഈ വിമാനത്തിന് തിരിച്ചിറങ്ങാൻ പറ്റിയില്ല. അവസാനം കുറേ നേരം ആകാശത്ത് പറക്കേണ്ടി വന്നു. 100 നോട്ടിക്കൽ മൈലപ്പുറത്ത് എവിടെയാണ് ഈ കപ്പൽ കിടന്നത്. എമർജൻസി ലാൻഡിങ് വേണ്ടി വന്നു, കാരണം ഇന്ധനം തീരാറായി.
ഇന്ധനം തീരാറായ വിമാനം വന്ന് നമ്മുടെ എയർപോർട്ടിൽ ഇറങ്ങി. അപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞ് അവരവർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ചില സാങ്കേതിക തകരാറുള്ളത് കൊണ്ടാണ് കൊണ്ടുപോകാൻ താമസം വരുന്നത്. പിന്നെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഈ വിമാനത്തിനുണ്ടായ ചില സാങ്കേതിക തകരാറുകൾ. ഇതൊരു എമർജൻസി ലാൻഡിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രാഷ് ലാൻഡിങ്ങിന് തുല്യമായൊരു ലാൻഡിങ്ങാണ് ഇവിടെ നടത്തേണ്ടി വന്നത്, വിദഗ്ധരുടെ അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് വിമാനത്തിന് കാര്യമായ കേടുപാടുകൾ പറ്റി, അത് തിരിച്ചു കൊണ്ടുപോകാൻ താമസം വന്നു. അതിനപ്പുറം ഇവിടെ ഈ കരയുന്ന പോലെ അവരുടെ റഡാറിൽ കിട്ടാത്ത വിമാനം നമ്മുടെ റഡാറിൽ കിട്ടി, നമ്മളിത് പിടിച്ചെടുത്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുമ്പോൾ തന്നെ നമ്മൾ ചുറ്റും നടന്നു നോക്കി അതിൻ്റെ ടെക്നോളജി കണ്ടുപിടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അടിസ്ഥാനപരമായി പറയുന്ന ചില കാര്യങ്ങളാണ്. അതിനപ്പുറം ഇതിന് പ്രത്യേകതകളൊന്നും ഇല്ല, ഇതിനകത്ത് വലിയ വസ്തുതകളില്ല എന്നാണ് ഈ രംഗത്തെ ചില വിദഗ്ധന്മാർ പറയുന്ന ഒരു കാര്യം സാറിനോട് പറഞ്ഞു. ഇനി മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ചെറിയ ചോദ്യം ഒരു സാധാരണക്കാരെന്നുള്ള ഞാൻ സാറിനോട് ചോദിക്കുകയാണ്. അവരുടെ ആർഗ്യുമെൻ്റ് കപ്പൽ പ്രക്ഷുബ്ധമായപ്പോൾ ഈ വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ പറ്റാതെ വന്നു. ഇതാണല്ലോ പ്രശ്നം. അതെ സർ, ഈ വിമാനം ഡിസൈൻ ചെയ്യുമ്പോൾ ആടിയുലയുന്ന പ്രക്ഷുബ്ധമായ ഒരു കടലിൽ ആടിയുലയുന്ന ഒരു കപ്പലിൽ ലാൻഡ് ചെയ്യത്തക്ക വിധത്തിൽ ഉള്ള ഡിസൈൻ അല്ലേ ഈ വിമാനത്തിനുള്ളത്? അല്ല, കടൽ ഇങ്ങനെ ശാന്തമായി കിടക്കുമ്പോൾ മാത്രം ഇത് ഇറങ്ങാൻ ഒക്കും, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇത്രയൊക്കെ ടെക്നോളജി ഉള്ളപ്പോൾ എത്ര ആടിയുലയുന്നാണെങ്കിലും കപ്പലിന് അത് ഇറങ്ങാമായിരുന്നില്ലേ? അപ്പോൾ ആ പറച്ചിലിൽ തന്നെ ചില പ്രശ്നങ്ങൾ. അല്ല, ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഒരു ചില ഈ രംഗത്തെ സാങ്കേതിക വിദഗ്ധന്മാരാണ് പറയുന്നത്, അവരുടെ അഭിപ്രായമായിരിക്കും ചിലപ്പോൾ ശരി, എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ആടിയിൽ ചെയ്യുന്നൊരു കപ്പലിൽ ഇതിറങ്ങാൻ പറ്റുന്ന ടെക്നോളജി അതിന് ഉണ്ടാകേണ്ടതാണ്. ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനത്തെ കപ്പലിൽ ഈ വാഹിനി കപ്പലിൽ സൂക്ഷിക്കുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ. പ്രക്ഷുബ്ധമായ കടലിൽ ഇറങ്ങാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഒരു കാര്യം. പക്ഷെ നമ്മൾ കണ്ടെത്തിയ ഏറ്റവും ലേറ്റസ്റ്റായ കാര്യം, ഈ വിമാനം ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് ഇത് എവിടെയായിരുന്നു? അതാണ് DRDO കണ്ടെത്തിയത്. അവസാനമായി ഇത് ഏത് ഭാഗത്ത് കൂടി? ഏത് ഭാഗത്തായിരുന്നു? ഇത് സൗത്ത് ചൈന കടലിടുക്കിലായിരുന്നു. അവിടെ നിന്നാണ് നേരെ വിമാനം ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഈ വിമാനം ഇവിടുന്ന് പറന്നു പൊങ്ങിയ വിമാനം ഇവിടോട്ട് ലാൻഡ് ചെയ്യേണ്ടി വന്നപ്പോൾ ഇത് സൗത്ത് ചൈന കടലിടുക്കിൽ നിന്ന് വന്ന ഒരു വിമാനമാണ്. പിന്നെ മറ്റൊരു ന്യായമായ സംശയം, ഈ വിമാനത്തിൽ അത്യന്താധുനികമായ ചാര പ്രവർത്തനങ്ങൾക്ക് സഹായകമായ ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരുന്നോ സംശയമാണല്ലോ. അപ്പോൾ ആ വിമാനമാണ് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ വിമാനം ഇതിറങ്ങിക്കഴിഞ്ഞതോടുകൂടി ഈ പറയുന്ന പോലെ വിമാനത്താവളത്തിന് ചുറ്റും നടന്നു നോക്കി ടെക്നോളജി ഒന്നും എടുക്കുകയല്ല ചെയ്തത്, അതിന് വേറെ ചില സംവിധാനം നമുക്കുണ്ട്. എന്തായാലും ശരി, സൗത്ത് ചൈന കടലിടുക്കിൽ നിന്നാണ് ഈ വിമാനം വന്നത് എന്ന് കണ്ടെത്താൻ DRDOയ്ക്ക് കഴിഞ്ഞല്ലോ, ഇന്ത്യക്കാരുടെ അത് കഴിഞ്ഞല്ലോ. രണ്ട്, പിന്നെ പറയുന്നത് റഡാറിലേക്ക് വരുമ്പോൾ, അപ്പോൾ റഡാറിൽ ഈ വിമാനം ഒരു കോമ്പാക്ട് അന്തരീക്ഷത്തിലേ ഇത് ഓഫാക്കാറുള്ളൂ. എമർജൻസിയിൽ യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷം വന്നെങ്കിൽ മാത്രമേ റഡാറിൽ വിമാനത്തെ മറച്ചു പിടിക്കുന്ന ടെക്നോളജി ഓൺ ചെയ്യാറുള്ളൂ. അല്ലാത്ത സമയത്ത് റഡാറിൽ ഇത് കിട്ടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം വിമാനത്തിന് എന്തെങ്കിലും പറ്റിയാൽ ഏത് രാജ്യത്തു നിന്നെങ്കിലും കണ്ടെത്തണമല്ലോ. അതുകൊണ്ട് യുദ്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് റഡാറിൽ കിട്ടിയതിനകത്ത് അത്ഭുതമൊന്നുമില്ല. ആ ടെക്നോളജി അവർ ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു, അതുകൊണ്ടൊന്ന് കിട്ടി, അതിനപ്പുറം ഒന്നുമില്ല എന്നാണ് ഇതിനെക്കുറിച്ചുള്ള മറ്റൊരു ആർഗ്യുമെൻറ്റ്. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഈ വിമാനം വന്ന് നമ്മുടെ വിമാനത്താവളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വിമാനം വെയിലും മഴയൊന്നും ഏറ്റ് കിടക്കണ്ട, നമ്മൾ ഹാങ്ങറിലേക്ക് മാറ്റാം. അവർ ഹാങ്ങറിലേക്ക് മാറ്റാൻ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട് അവർ ഹാങ്ങറിലേക്ക് മാറ്റാൻ സമ്മതിച്ചില്ല? സാധാരണ നമ്മളൊരു വാഹനം കൊണ്ട് പാർക്ക് ചെയ്താൽ മഴയും വെയിലൊന്നും ഏക്കാതെ ഷെഡിലോട്ട് കയറ്റിടാൻ പറഞ്ഞാൽ നമ്മൾ കയറ്റിയിട്ട് അത്തരത്തിലൊരു അന്താരാഷ്ട്ര നിയമങ്ങൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹാങ്ങറിലേക്ക് മാറ്റണം, അതിനകത്ത് സമ്മതിക്കുന്നില്ല. അപ്പോൾ സമ്മതിക്കാത്തതിൻ്റെ പിന്നിൽ മറ്റു ചില കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ കാഴ്ച തടസ്സപ്പെടും. അപ്പോൾ അങ്ങനെ ഇതിനൊരു അന്താരാഷ്ട്ര നിയമം ഉണ്ടാകില്ല ഇതിനകത്ത് സാധാരണഗതിയിൽ. അല്ല സാറേ, ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു യാത്രാ വിമാനത്തിന് എമർജൻസി ലാൻഡിങ് നടത്തേണ്ടി വന്നാൽ അതിന് കൃത്യമായൊരു അന്താരാഷ്ട്ര റൂൾ കാണും. സകല ചാരപ്രവർത്തനങ്ങൾക്ക് അനുഗുണമായ അല്ലെങ്കിൽ മാരകമായ ആയുധങ്ങൾ വഹിക്കുന്ന ഒരു വിമാനം, യുദ്ധവിമാനം മറ്റൊരു രാജ്യത്ത് എന്നിറങ്ങുമ്പോൾ അതിന് ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നൊരു നിയമം ഉണ്ടാക്കുക പ്രായണ സ്വാഭാവികമായിട്ട് പറ്റുകയില്ല. പക്ഷേ ഇനി ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു റൂൾസ് ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു യുദ്ധമില്ലാത്ത അന്തരീക്ഷമാണ്, അതുകൊണ്ട് ഈ വിമാനത്തിനെ സാധാരണ വിമാനമായിട്ട് കണ്ടാൽ മതി. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പരിഗണിക്കാം. എന്തായാലും ശരി, നമ്മൾ എമർജൻസി ലാൻഡിങ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അനുവാദം കൊടുത്തല്ലോ, സകല സൗകര്യത്തോടു കൂടി വന്ന് വിമാനം ഇവിടെ ഇറങ്ങിയല്ലോ. പക്ഷേ ഈ വിമാനം സാർ ഇത്രയും ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ 15 ദിവസം കഴിഞ്ഞിട്ടും ഇതിന് കഴിയാത്ത വിധത്തിൽ എന്ത് തകരാറാണ് സംഭവിച്ചത്? ചിലപ്പോൾ ലാൻഡിങ് ഗിയർ തകരാറിലായി എന്ന് പറഞ്ഞു,
ക്രാഷ് ലാൻഡിങ് നടത്തേണ്ടി വന്നപ്പോൾ ഒരുപാട് സങ്കീർണങ്ങളായ ഉപകരണങ്ങൾ നശിച്ചു പോയി. അത് ശരിയായിരിക്കാം. മറ്റൊരു കാര്യം, ഇതിപ്പോഴും അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയിട്ടില്ല. അപ്പം നമ്മുടെ ചില സംശയങ്ങളുണ്ട്. അവർ പറഞ്ഞു അവരുടെ C-17 വിമാനത്തിൽ വന്ന്, ചരക്ക് വിമാനത്തിൽ വന്ന് അവർ കൊണ്ടുപോകാം. നമ്മൾ പറഞ്ഞു ആ വിമാനത്തിന് ഇങ്ങോട്ട് വരുന്നു, ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഇവിടെ വിമാനം, നിങ്ങളുടെ വിധത്തിൽ വന്ന് കയറ്റിക്കോ, ഞങ്ങളങ്ങോട്ട് തരാം. അപ്പം അവരുടെ വിമാനം തന്നെ വന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം എന്നൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ വല്യേട്ടൻ ചില കുഞ്ഞു രാജ്യങ്ങളോട് ഇൻസിസ്റ്റ് ചെയ്യുന്ന പോലെ ഞങ്ങളുടെ വിമാനം വന്നു, ഞങ്ങളുടെ പുരയിടത്ത് ഇറങ്ങി, ഞങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളും കൊണ്ടുപോകും, ഞങ്ങൾ പറയുന്ന കണ്ടീഷൻ ഞങ്ങൾ കൊണ്ടുപോകും, നിങ്ങൾ വിമാനത്തിനടുത്ത് പോകാൻ പറ്റില്ല, നിങ്ങളുടെ കാർ ഷൂട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ഹാമറൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ വാഹനം ഞങ്ങൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തോളാം. ഇതിനകത്ത് നമ്മുടെ സൗമനസ്യത്തിനോട് അവർ പ്രതികരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു വല്യേട്ടൻ മനോഭാവത്തോടാണ്. അതാണ് സാറിന് പറഞ്ഞത്, ഈ പഹൽഗാമിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിമാനം ഇവിടെ എമർജൻസി ലാൻഡിങ് നടത്തിയതിൽ സംശയാസ്പദമായ ചില വസ്തുതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ വിമാനം ഈ എയ്റോസ്പേസ് എക്സിബിഷൻ കുറച്ചു കാലം ബാംഗ്ലൂരിൽ നടന്നല്ലോ, അന്ന് വിമാനം അവിടെ കൊണ്ടുവന്നിരുന്നു. അത് നോക്കിക്കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് വിമാനത്താവളത്തിൽ വന്ന് കിടന്നുകൊണ്ട് ഉടനെ ഇതിന്റെ ടെക്നോളജി എടുത്തു എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാധാരണക്കാരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചില സംശയങ്ങളെന്ന് പറയുന്നത് കപ്പലുകൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ആ ഒരു വിമാനം വന്നിവിടെ നിൽക്കുന്നു, അതിനെ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇപ്പോൾ സാധാരണക്കാർ യുദ്ധം, ലോകത്തിൻ്റെ പല ഭാഗത്തും യുദ്ധമാണ്, അപ്പോൾ അതിപ്പോൾ നിന്നുവെങ്കിൽ കൂടി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു യുദ്ധവിമാനം ഒരു നമ്മുടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ സാധാരണക്കാരൻ്റെ മനസ്സിൽ ഉണ്ടായേക്കാവുന്ന ചില സംശയങ്ങളാണ്. അപ്പോൾ അത് പഴയ രാഷ്ട്രീയ നേതൃത്വമല്ല, ഇന്നത്തെ ഇന്ത്യയുടെ മാറിയ സാഹചര്യത്തിലെ രാഷ്ട്രീയ നേതൃത്വം എന്ന്. അപ്പോൾ അതിൽ ഉറച്ച തീരുമാനങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് വാസ്തവത്തിൽ നമുക്ക് ലോകത്തോട് തന്നെ പറയാനുള്ളത്. അതല്ലേ എന്നിട്ട് ശരി സാർ, ഇന്നത്തെ ഒരുപാട് സങ്കീർണമായ കാര്യമുണ്ട്. ട്രംപ് എന്നാണ് ആദ്യം പറഞ്ഞത്. ട്രംപ് ഒരു മേശ വരിച്ചിട്ടു, വലതുവശത്ത് മോഡിയോട് പറഞ്ഞിരുന്നോളാം പറഞ്ഞു, ഇപ്പുറത്ത് മറ്റേ ഷഹനാസ് ഷെരീഫിനോടെയും പറഞ്ഞിരുന്നു, എളുപ്പം തീർത്തു, ഇത് വലിയ പ്രശ്നമാണ്, ഞങ്ങളല്ലേ വ്യാപാര കരാറൊന്നും ഒപ്പുവെക്കുകയില്ല, കച്ചവടം നടത്തണോ, ഞാൻ പറയുന്നതിൽ ഒപ്പുവെച്ചു. പേടിച്ച് ആദ്യം മോദി ഒപ്പിട്ടു, തൊട്ട് പുറകെ ഷഹാന ഷെരീഫ് ഒപ്പിട്ടു, ശരിപ്പിക്കോളാൻ പറഞ്ഞു. ഇതായിരുന്നല്ലോ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി ഇതിന് മറുപടി പറഞ്ഞില്ല സാർ. നമ്മൾ രാജ്യം മറുപടി പറഞ്ഞു. നരേന്ദ്രമോദി ഇത് അസത്യ പ്രസ്താവനയാണെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. അതല്ലേ സംഭവിച്ചത്. G7 ഉച്ചകോടി കഴിഞ്ഞ് അദ്ദേഹം കാനഡയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിളിച്ചു, നമുക്കൊന്ന് ചായ കുടിച്ചു പോകാം. ചായ കുടിച്ചു പോകാൻ പറയുമ്പോൾ വേറെ ഒരാളിനെ ഇവിടെ കട്ടിക്കിടിയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു, അസീം മുനീർ. ഹൈഡൌട്ടിന് ചായ കുടിക്കാനാണ് മോദിയെ വിളിച്ചത്. മോദി പറഞ്ഞു തൽക്കാലം ചായ കുടിക്കാൻ വരുന്നില്ല, പിന്നെ സൗകര്യമായിട്ട് വരാം, എനിക്ക് ക്രൊയേഷ്യയിലേക്ക് പോകണം, അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വരുന്നില്ല. സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാറൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന ഒരുത്തന് ശതകോടീശ്വരൻ നമ്മളെ വിളിക്കുക, വാ നമുക്കൊരു ചായ കുടിച്ചു പോവാം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു അത് വേണ്ട, അങ്ങയുടെ വീടിനടുത്ത് താമസിക്കുന്ന ഒരു പാവം പിടിച്ച ഒരുത്തനുണ്ട് കുഞ്ഞിരാമന്, അവൻ്റെ അവിടെ നിന്ന് പോയി ഞാനൊരു ചായയും പരിപ്പോടിയും ഒക്കെ കഴിച്ചിട്ട്, അല്ലെങ്കിൽ കട്ടൻ ചായയും പരിപ്പോടിയും കഴിച്ചിട്ട് ഞാൻ പോവാം, പിന്നെ ഞാൻ വരാം എന്ന് പറയുന്നൊരു മറുപടി അല്ലേ സാറേ പറഞ്ഞത്. അപ്പം അമേരിക്കയുടെ ഒരു ധാർഷ്ട്യം ഇല്ലാതായി. അവസാനം ഈ ട്രംപ് തന്നെ പറഞ്ഞില്ലേ മധ്യസ്ഥം വഹിച്ചിട്ടില്ല. ട്രംപ് തന്നെ പറഞ്ഞു, ഗത്യന്തരമില്ലാതെ സമ്മതി. എന്താണ് ട്രംപ് പറഞ്ഞത്? ട്രംപ് പാകിസ്ഥാനോടാണ് പറഞ്ഞത്. പാകിസ്ഥാനോട് പറയുന്ന മധ്യസ്ഥം വേണം, എപ്പോൾ വേണമെങ്കിലും വിളിച്ച് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം, ട്രംപ് വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രി അല്ല നരേന്ദ്രമോദി. ഇത് മനസ്സിലാക്കാൻ നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി കഴിയുന്നില്ല. ട്രംപിനും ഷീ ജിൻപിങ്ങിനും മുമ്പിൽ വഴങ്ങാത്ത നരേന്ദ്രമോദി ഈ പാവം രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വഴങ്ങുമെന്ന് ആ മനുഷ്യൻ വിചാരിക്കുന്നതിനകത്തൊരു അല്പബുദ്ധി എന്നുള്ള അല്ല കാര്യം. നമ്മുടെ പ്രതിയോഗി എത്ര ശക്തനാണെന്നും അദ്ദേഹത്തിൻ്റെ പ്രഹരശേഷി എന്താണെന്നും ഒക്കെ കണ്ടുകൊണ്ട് വേണ്ടേ സാറേ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ. ഒരു ഹോംവർക്കും ചെയ്യാതെ കുറേ കാലം ട്രംപ് എന്ന് പറഞ്ഞിട്ട് അലക്കല്ലായിരുന്നു. ട്രംപ് വന്നോ അവരൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ട്രംപ് വന്നില്ലെന്ന് ട്രംപ് തന്നെയല്ലേ പറഞ്ഞത്. ട്രംപ് മധ്യസ്ഥം വഹിച്ചിട്ടില്ലെന്ന് ട്രംപ് തന്നെയാണ് പറഞ്ഞത്. ഈ കോൺഗ്രസ്സുകാർ പിന്നെ അതിനെതിരെ എന്താ പ്രതികരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഈ സാഹചര്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ F-35 വന്നപ്പെടും ഈ എമർജൻസി ലാൻഡിങ് നടത്തിയത് എന്തായാലും ശരി വളരെ സങ്കീർണമായി അന്താരാഷ്ട്ര സ്ഥിതി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇസ്രായേലെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതുപോലെ അത്ര നിസ്സാരമല്ല ഇറാൻ എന്ന് തെളിയിച്ചു. സാറേ അയൺ ഡോമൊക്കെ തകർത്തവരവിടെ കയറിയില്ലേ? ഇല്ലേ? ട്രംപ് വരട്ടിയിട്ട് വെന്റില്ലല്ലോ. അലി ഖൊമേനി എനിക്കിഷ്ടമല്ല, കാരണം അയാളുടെ ഒരു പ്രാകൃതമായ ഒരു മനോഭാവമുള്ളതിന്. പക്ഷെ അത് വേറെ കാര്യം. അലി ഖൊമേനിയുടെ മുന്നിൽ ട്രംപ് അല്ലേ മുട്ടുമുടക്കിയത്? അല്ല, അവരാരും കയ്യിലൊന്നും പിടിച്ചില്ലല്ലോ. അപ്പോൾ ഇറാന് ഈ പശ്ചിമേഷ്യയിൽ ഇറാനുള്ള
അതിശുദ്ധം അല്ലെങ്കിൽ ഇറാനുള്ള സ്പേസ് എന്താണ് ഇറാൻ തെളിയിച്ചു. ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് പോലെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, സദ്ദാം ഹുസൈൻ അല്ല അലി ഖൊമൈനി, ഇറാഖല്ല ഇറാൻ. അത് ലോകത്തിൻ്റെ മുന്നിൽ തെളിയിക്കാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. പക്ഷേ ഇറാനെ ലോകം എടുക്കാത്തതിൻ്റെ കാരണം ഇറാന് ഈ ഹമാസ്, ഹിസ്ബുള്ള, താലിബാൻ ഇങ്ങനെയൊക്കെയുള്ള ഭീകര സംഘടനകളുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ലോകം പിന്നെ അലി ഖൊമൈനിയുടെ കാലഹരണപ്പെട്ട മതമൗലികവാദം ഇതൊന്നും ലോകം അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രഹരശേഷി എന്താണെന്ന് തെളിയിക്കാൻ ഇറാന് കഴിഞ്ഞു. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിസാരമായി അറബ് രാജ്യങ്ങളെയൊക്കെ വരുതിക്ക് നിർത്താം എന്നുള്ള സങ്കല്പം ശരിയല്ല എന്ന് ഇറാൻ തെളിയിച്ചു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എന്തായാലും കഴിഞ്ഞ പഹൽഗാം ആക്രമണ സമയത്ത് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നമ്മുടെ പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സൈനിക ശേഷിയെക്കുറിച്ചും പുതിയ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും വാദവരാതെ വാചാലനായി നമ്മൾ കണ്ടതാണ്. വരും കാലം ഏതായാലും ഇന്ത്യയുടേതായിരിക്കും. അതാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓരോ നിമിഷവും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് സംഭവിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.